ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ബോട്ടി ഫ്രൈ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം ബോട്ടി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതിൽക്കൊരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി നല്ലോണം തിരുമ്പി പിടിപ്പിച്ചിട്ട് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുക. ഒരു 8 വിസിലിന് ശേഷം ബോട്ടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്കൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ട് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാനൊരു വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 10 ചെറിയ ഉള്ളി കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബോട്ടിക്ക് അനുസരിച്ചിട്ട് ഉള്ളിയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും ഞാൻ മിക്സിയിൽ ഒന്നിച്ച് ചതച്ചെടുത്തതാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വാടി വന്ന ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ബോട്ടിക്ക് കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് നല്ലത്. ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കട്ടോ. ഇനി ഇതിലേക്കൊരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കുക. ഇനി തക്കാളി ഇളക്കി കൊടുക്കുക. പിന്നെ ഉള്ളി അധികം വാടാൻ നിൽക്കണ്ട. ഇതിലേക്ക് വേണ്ട ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ബോട്ടിയിൽ ആദ്യം ഉപ്പുണ്ട്. അപ്പോൾ ഈ മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ചധികം കരിവേപ്പില ചേർത്ത് കൊടുക്കണം. കരിവേപ്പില നന്നായിട്ട് ഈ എണ്ണയിൽ വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ബോട്ടി ഇട്ട് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഉള്ളിയും മസാലകളെല്ലാം ഇളക്കി യോജിപ്പിക്കുക. ഇത് സമയമെടുത്ത് ഫ്രൈ ആക്കേണ്ട ഒരു ഡിഷാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ മസാല പാനിൽ പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ ആ എണ്ണയിലിട്ടിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കുക. മസാല അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. മസാല അടിയിൽ പിടിച്ചാൽ മസാലക്കൊരു കയ്പ്പ് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബോട്ടിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി ബോട്ടി ഫ്രൈ ആക്കി എടുക്കുക. ഈ സമയത്ത് മല്ലിയിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കുരുമുളക് പൊടി വിതറി കൊടുക്കുക. അങ്ങനെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.